ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അഥവാ നിയന്ത്രണത്തിൽ നടക്കുന്ന ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് കൈവിട്ടുപോയി എന്ന തോന്നലിൽ നിന്നാവണം അതിനെ മറികടക്കാൻ മറ്റൊരു വിഷയത്തിന് വേണ്ടി CPM അന്വേഷിച്ച് നടന്നത്. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാൻ ഈ പെൺകുട്ടി തയ്യാറായത്. മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി നൽകാൻ തയ്യാറായത്. അതവർ കാത്തിരുന്ന സമയമായിരുന്നു, കൃത്യമായ സമയമായിരുന്നു. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. ക്രൈംബ്രാഞ്ച് ഉടൻ ഉണർന്ന് പ്രവർത്തിക്കുന്നു. അത്ര സാധാരണമല്ല ഇത്തരത്തിലുള്ള തിടുക്കവും വേഗതയൊന്നും. പക്ഷെ പ്രതി രാഹുലായതുകൊണ്ട്, രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ പല സൗകര്യങ്ങളുള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാർക്കൊരു ഒരു തല്ലു കൊടുക്കാം, അതുപോലെ ഈ സ്വർണ്ണക്കവർച്ച കേസിൽ നിന്നൊന്ന് മുഖം മറച്ചു നിൽക്കാം. അങ്ങനെ പല പ്രയോജനങ്ങളും സർക്കാരിനുള്ളത് കൊണ്ട് ക്രൈംബ്രാഞ്ച് ഉണർന്ന് പ്രവർത്തിക്കുന്നു. രാത്രിയിൽ തന്നെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അവരുടെ മൊഴിയെടുക്കുന്നു. വാസ്തവത്തിൽ കുറ്റകൃത്യം നടന്ന സ്ഥലം ഏത് സ്റ്റേഷന്റെ പരിധിയിലാണോ അവിടെയാണ് പരാതി കൊടുക്കേണ്ടത്. വാദി പരാതി കൊടുക്കേണ്ടത് അവിടെയാണ്, അല്ലാതെ മുഖ്യമന്ത്രിക്ക് നേരിട്ടല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ. അത് മാത്രമല്ല, ഇതുപോലെയുള്ള കേസുകളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച കേസാണെന്ന് വയ്ക്കുക. ഇതൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിക്കുന്ന ഒരു ഏർപ്പാടാണ് ഉള്ളതെങ്കിൽ മുഖ്യമന്ത്രിക്ക് മറ്റൊരു ജോലിക്കും സമയം കിട്ടണമെന്നില്ല.